ഇന്ത്യൻ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്താൻ USAIDന്റെ $21 ദശലക്ഷം പ്രധാനമന്ത്രിക്ക് നൽകിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ നിങ്ങൾ US-ൽ നിന്ന് $21 ദശലക്ഷം വാങ്ങിയോ അതോ വാങ്ങിയില്ലേ എന്ന ചോദ്യവുമായാണ് രാഹുൽ ഗാന്ധി എത്തിയത്. പ്രധാനമന്ത്രി മോദി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, NGO-കൾ, സംഘടനകൾ എന്നിവയ്ക്ക് വികസന ഏജൻസികളിൽ നിന്നും സഹായ സംവിധാനങ്ങളിൽ നിന്നും ബഹുമുഖ ഫോറങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകളെക്കുറിച്ച് ധവളപത്രം തയ്യാറാക്കണമെന്ന ആവശ്യവും പാർട്ടി ആവർത്തിക്കുന്നുണ്ട്. ധവളപത്രം USAID ഫണ്ടിങ്ങിൽ മാത്രമല്ല, സർക്കാരുകൾക്കും വ്യക്തികൾക്കും ഇന്ത്യൻ നിയമപ്രകാരം മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും ധനസഹായം നൽകുന്ന എല്ലാ ഏജൻസികൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഖേര ആവശ്യപ്പെട്ടു. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിവാദത്തിനിടെ വിഷയത്തിൽ തുടർച്ചയായ 4ാമത്തെ ദിവസവും ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കുന്നതിന് $18 മില്യൺ, എന്തൊരു നരകം, പഴയ ബാലറ്റുകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ല? നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അവർ സഹായിക്കട്ടെ, വോട്ടർ ID നല്ലതല്ലേ, ഇന്ത്യക്ക് പണം ആവശ്യമില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അവർ നമ്മളെ നന്നായി മുതലെടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ എന്തെങ്കിലും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ 200% താരിഫ് ഈടാക്കുന്നുണ്ട്. തുടർന്ന് അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നുവെന്നും ട്രംപ് ആരോപിച്ചു. $21 മില്യൺ എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി മോദിക്ക് പോകുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ആരോപിച്ചത്. റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷനിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം. ബംഗ്ലാദേശിലെ സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിനായി $29 മില്യൺ ധനസഹായം നൽകുന്നതിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം US സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിഷയത്തിൽ തുടർച്ചയായ 4ാം ദിവസമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ വോട്ടർ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദേശ രാജ്യത്തിന് വലിയ തുക നൽകിയതിലെ മുൻ സർക്കാരിന്റെ നടപടിയാണ് ട്രംപ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഇന്ന് പറഞ്ഞ $18 ദശലക്ഷം ഫണ്ട് ഏതാണെന്ന് വ്യക്തമല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി $21 ദശലക്ഷം USAID വകയിരുത്തിയിരുന്നുവെന്നും ഇത് അവസാനിപ്പിക്കുമെന്നുമായിരുന്നു ഇലോൺ മസ്ക് മേധാവിയായ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അറിയിച്ചിരുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ നീക്കിവെച്ച $21 മില്യൺ ഫണ്ട് റദ്ദാക്കിയ വിഷയത്തിൽ വീണ്ടും വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് 4ാം ദിവസവും രംഗത്തെത്തിയിരുന്നു. അത് കൈക്കൂലി ആണെന്നാണ് ട്രംപ് ഇപ്പോൾ ആരോപിക്കുന്നത്. താൻ മുൻപ് പലതവണ പറഞ്ഞതുപോലെ തന്നെ വ്യക്തികൾക്കുള്ള കൈക്കൂലിയാണ് അതെന്ന് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ ട്രംപ് ആരോപിക്കുന്നുണ്ട്. വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ $21 മില്യൺ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രാധാന്യത്തെപ്പറ്റി നാം എന്തിന് ആശങ്കപ്പെടണം? നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട്. ആ പണം മുഴുവൻ ഇന്ത്യയിലേക്ക് പോകുന്നുവെന്ന് കരുതുന്നുണ്ടോ? അത് എപ്പോൾ ലഭിക്കുമെന്നാകും അവർ കരുതുന്നത്? അതൊരു കൈക്കൂലിയാണ്. താൻ പലതവണ പറഞ്ഞതുപോലെ തന്നെ വ്യക്തികൾക്കുള്ളതാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പലതവണ താൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണെന്നും അപ്പോഴൊന്നും അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാകില്ല എന്നും അതിനർത്ഥം അതൊരു കൈക്കൂലിയാണ് എന്നുമാണ്. അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു സൂചനയും ഇല്ലാതിരുന്നത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പശ്ചാത്തലം ശക്തിപ്പെടുത്താൻ $29 മില്യൺ എന്താണ് ആ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതിനിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ $21 മില്യൺ ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായത് സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്നതാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഫണ്ട് സംബന്ധിച്ച വെളിപ്പെടുത്തൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വാക്പോരിന് ഇപ്പോൾ ഇടയാക്കിയതിന് പിന്നാലെയാണ് ഈ സംഭവം. അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരുന്നു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണ് ഇതെന്നായിരുന്നു BJPയുടെ ആരോപണം. സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ അത് ആകാമെന്നാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ ആരോപണമെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനവും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളുമാണ് ഇത്തരത്തിൽ അമേരിക്ക ഇന്ത്യക്കുള്ള ധനസഹായം പിൻവലിക്കാനുള്ള കാരണം എന്നായിരുന്നു മറ്റൊരു BJP നേതാവ് പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ശക്തമായ പോരാട്ടം BJPയുടെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും
ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യക്ക് ആവശ്യപ്പെട്ട അർഹതപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും നഷ്ടപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണെന്നും അദ്ദേഹത്തിന്റെ യാത്രകളാണെന്ന് പോലും പരാമർശമുണ്ടായിരുന്നു. ഈ പരാമർശം ഒരർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ആ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിൽ ഇന്ത്യ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പവൻ ഖേര പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക 4-ാം ദിവസവും ഉറപ്പിച്ചു പറയുകയാണ് ഇന്ത്യക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്ന്. 4-ാം ദിവസം അദ്ദേഹം വ്യക്തമായി പറയുന്നു അത് കൈക്കൂലിയാണ് എന്നും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? എത്ര തുകയാണ് ലഭിച്ചത്, എന്തിനാണ് വിനിയോഗിച്ചത് എന്നുള്ള സുതാര്യമായ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടത് ആവശ്യമാണ്. ആ വെളിപ്പെടുത്തൽ ഒരു ധവളപത്രം രൂപേണ ഇറക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്തു തന്നെയാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അമേരിക്കൻ ഡോളർ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ്. BJPക്കെതിരെ ഇത് രാഷ്ട്രീയ ആയുധമാക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ് കോൺഗ്രസ്.